എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ എന്താ പറയണ്ടത്, നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമില്ല, അതായത് കാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു സംഭവമാണ് ഇത്. കാറിൻ്റെ ടയർ പ്രഷറിങ് മോണിറ്ററിങ് സിസ്റ്റമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കാറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ മിക്കവാറും കാറ്റ് കുറഞ്ഞാലോ ഇല്ലെങ്കിൽ ആക്സിഡൻ്റലി ചിലപ്പോൾ പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അപ്പോഴും ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിർത്തി വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പിന്നെ ടയറൊക്കെ പഞ്ചറായ കാര്യം പോലും നിങ്ങൾ അറിയുന്നുണ്ടാവും. ടൂ വീലറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പഞ്ചറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ കാറിലത് മനസ്സിലാക്കാൻ വേറെ വഴിയൊന്നുമില്ല. പിന്നെ എക്സ്പേർട്ടൊക്കെ പറയുന്നത് നിങ്ങളിപ്പം ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഈ സംഭവങ്ങളൊക്കെ, അതായത് ഒരു റൊട്ടീൻ ചെക്കപ്പ്, ടയറിലെ കാറ്റൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു ബിസി ലൈഫിലൊന്നും എല്ലാ ദിവസമൊന്നും നമ്മളിതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അത് മാത്രമല്ല, നമ്മൾ റൈഡ് ചെയ്യുമ്പോഴും ചിലപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഈ ഒരു പഞ്ചറിങ് ഇല്ലെങ്കിൽ കാറ്റ് കുറയുന്ന സംഭവങ്ങളുണ്ടാവും. അതുപോലെ ലോങ് റൈഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോഴും ചിലപ്പോൾ ചൂടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ പ്രഷർ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു അടിപൊളി സംഭവമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ സെൻസറും ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ആ ഒരു പ്രഷർ നോർമലി, അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രഷർ മോണിറ്ററിങ് സിസ്റ്റവും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കാറ് ഇവിടെയുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഇതിൽ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു ബോക്സാണെന്ന് പറയാം. ഓക്കെ, അതിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതിൻ്റെ 4 സെൻസറുകൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടയറിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ മോണിറ്ററിങ് അത് കാണിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ ആണ്. ചെറിയൊരു ഡിവൈസാണ്. ഈ ഒരു ബോക്സിൻ്റെ സൈസ് തന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്തുള്ള പ്രൈസ് പറഞ്ഞാൽ 2,999 ആണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങുന്നത്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരൻ്റെ കാറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. എത്രയാണ് റേറ്റ്? ആമസോൺ 2,100 കിട്ടി. 2,100 ആ റേഞ്ചിലാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു QR കോഡ്, ഒരു സ്കാനർ ഉണ്ട്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോയിലേക്ക് അവർ റീഡയറക്റ്റ് ചെയ്യും. അതിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഒരു ചെറിയൊരു സ്പാനറും കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ബാറ്ററി കൊടുക്കുന്നുണ്ട്. സ്പെയർ ബാറ്ററിയാണ്. ഓക്കെ, ഈ സെൻസറൊക്കെ വയർലെസ്ലി കണക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ബാറ്ററി പിന്നെ പവർ ചെയ്യണം, അതുകൊണ്ടുള്ള ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. വളരെ ചെറിയ ഡിസ്പ്ലേ ആണ്, കാണുമ്പോൾ മനസ്സിലാവും. വളരെ കയ്യിൽ ഒതുങ്ങി വയ്ക്കുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോളാർ പാനലാണ് ഇവിടെ കാണുന്നത്. ഇത് വെച്ചിട്ടാണ്, അതായത് നമ്മൾ കാറിൻ്റെ വിൻസ്ക്രീനിലോ ഇല്ലെങ്കിൽ ഡാഷിലോ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചാർജ് ആയിക്കോളും. ഇത് ചാർജ് ആയിക്കോളും. അപ്പോൾ പ്രത്യേകിച്ചൊരു ഇതൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് കൂടാണ്ട് ഇവിടെ ഒരു മൈക്രോ USB കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് മൊബൈൽ കണക്ടറോ അല്ലെങ്കിൽ USB വഴിയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോളാർ കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സെൻസർ വരുന്നത് ഇതാണ്. ഓക്കെ, വളരെ ചെറിയൊരു സംഭവമാണ് ഇത്. നമ്മൾ ആ ഒരു പിന്നെ നമ്മുടെ ടയറിൻ്റെ ആ ഒരു കാറ്റടിക്കുന്ന ആ ഒരു പിന്നെ നെക്കിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. 4 ടയറിന് വേണ്ടിയിട്ട് 4 സംഭവമുണ്ട്. പിന്നെ ഇതിൽ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലും റിയറിലും ഇതിൻ്റെ സാധനത്തിൻ്റെ സെപ്പറേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അതിനെ അതുപോലെ തന്നെ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബോക്സ് കണ്ടന്റിനെ പറ്റി മറ്റു കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഏതായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. മറ്റൊരു ഇൻഫർമേഷൻ കൂടെ ഇതിൻ്റെ കൂടെ തരുന്നതാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി ഉണ്ടാവും. ഇതിപ്പോൾ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഒരു സ്പാനറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ബാറ്ററി നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് ട്യൂബ്ലെസ് ടയറിലൊക്കെ ആണെങ്കിൽ ഇൻറ്റേർണലി ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് സെൻസറാണ് വരുന്നത്. ഇത് ഈ ഒരു വണ്ടി ട്യൂബ്ലെസ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് പുറത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 8-10 മാസത്തോളം ഇതിൻ്റെ ബാറ്ററി പിന്നെ ബാക്കപ്പ് കിട്ടും. മറ്റേതാണ് ഇൻറ്റേർണലി ഫിറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതിന് ഏകദേശം 1 കൊല്ലത്തോളം കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്ങിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പാനൽ നമ്മളൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇതിൻ്റെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് മുകളിൽ ഭാഗത്ത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് കഴിഞ്ഞാൽ
ഇത് ഓണാകുന്നതായിരിക്കും. ഇതിപ്പം ഓണായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ബാറ്ററി ചാർജ് ഇതിൽ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെൻസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ 4 ടയറിലും നമ്മൾ ഫിറ്റ് ചെയ്യും. ആ സമയം തന്നെയാണ് അത് കണക്റ്റ് ആകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പെയറിംഗ് ഒക്കെ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോ ഇത് ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഭവം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ അത് ഇവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ കാണാം. പിന്നെ അതുപോലെ ഇത് PSI ഇത് കാണിക്കുക. അതുപോലെ ടെമ്പറേച്ചർ ഇവിടെ സെൽഷ്യസിൽ കാണിക്കുന്നുണ്ട്. ഈ യൂണിറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പം സൺലൈറ്റ് ഇല്ലാണ്ട് ഇവിടെ സണ്ണിൻ്റെ ചിത്രമുണ്ട്. അതില്ലാത്ത സമയത്താണെങ്കിൽ ആ ഒരു ഇത് സിമ്പൽ ഇവിടെ നിന്ന് പോവും. ഓക്കെ, ഇപ്പം ചാർജ് ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ടയറിലേക്ക് പോവാം. നമ്മൾ രണ്ടാമത്തെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്ത് അതേ സമയത്ത് തന്നെ ഇവിടെ രണ്ടാമത്തും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാമത്തത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതും അവിടെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തത് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും ആ ഒരു ഡിഫറൻസ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. അതിൽ നമ്മൾ കാറ്റുള്ളതും കുറവുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്നും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പഞ്ചറൊക്കെ ആകുന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അറിയാൻ വേണ്ടി പറ്റും. ഇപ്പം കാറ്റ് കുറച്ച് തുറന്നു വിടുന്നുണ്ട്. കണ്ടാ, ഇതിൻ്റെ ഫ്രണ്ട് ടയർ റൈറ്റ് ടയർ ലീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ അത് അലേർട്ട് കാണിച്ചു തുടങ്ങി. അപ്പോൾ അതാണ് സംഭവം. നമുക്ക് ഇൻ കേസ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇതുപോലെ അലേർട്ടായിട്ട് കാണിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ ഡാഷ്ബോർഡിൽ തന്നെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിനിൽ ആ ഒരു സൺലൈറ്റ് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും. അതല്ലെങ്കിൽ ഇനി ഇവിടെ വെക്കുന്നില്ലെങ്കിൽ നമുക്ക് വിൻഷീൽഡിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അത് ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ ഒരു സോളാറിൻ്റെ രണ്ട് സൈഡിലും ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ്. കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ വന്ന ആ ഒരു ടേപ്പാണിത്. ഇത് ഒട്ടിക്കാനുള്ള ടേപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സംഭവത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ. ഇപ്പം വാങ്ങുന്ന ഒരു 10-15 ലക്ഷം റുപ്യയുള്ള വണ്ടിയിലൊക്കെ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നും വലിയ വണ്ടിയിൽ പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു. ഇപ്പം ഒരു വകയിലെ മീഡിയം റേഞ്ച് വണ്ടികളൊക്കെ ഈ ഒരു സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വളരെ ഒരു അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങി യൂസ് ചെയ്യാം. വളരെ ചെറിയ പൈസയിൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഏകദേശം ഒരു 8-10 മാസത്തോളം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു ഡിവൈസ്, ഒരു ഡിസ്പ്ലേയിലെ ഡിവൈസ് പറഞ്ഞാൽ ഇത് സോളാറിൽ ചാർജ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്. പിന്നെ സെൻസറിൻ്റെ കാര്യമുള്ളൂ. അതിൻ്റെ ബാറ്ററി നല്ല ബാക്കപ്പ്, 10 മാസത്തോളം ബാറ്ററി ബാക്കപ്പും കിട്ടുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.